നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 1, 2, 3 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ജൂലൈ 1 ഉച്ചയ്ക്ക് 1:31 PM മുതൽ ജൂലൈ 4 അർദ്ധരാത്രി കഴിഞ്ഞ് വെളുപ്പിന് 12:48 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ്. വാട്സാപ്പിലൂടെ ബന്ധപ്പെടുക, ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ. മേടം രാശി. അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് ഗുണാധിക്യം ഉള്ള ദിവസമാണ്. ചന്ദ്രൻ കൂടി അനുകൂലമാണ്. അപ്പോൾ അല്പം മുന്തിയ രീതിയിലുള്ള ഗുണാധിക്യമുള്ള ദിവസമാണ്. എങ്കിലും ശനി 7 ശനിയായിട്ട് തുടരുന്നു. അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം, പിന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ ഉണ്ടായിരിക്കും. പൊതുവെ മേടരാശിക്ക് അല്പം മുന്തിയ രീതിയിലുള്ള ഗുണാധിക്യമാണ് കാണുന്നത്. ഓക്കെ. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാനം 3 പാദം, രോഹിണി മകയിര ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ കാണുന്നത്. ചൊവ്വ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. 6 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽപ്പുണ്ട്. ശനിയും ശുക്രനും അനുകൂലമായിട്ടും നിൽക്കുന്നു, ഡയറക്റ്റായിട്ട്. ഓക്കെ. അപ്പോൾ ഇവർ ചൊവ്വാഴ്ച പറ്റുമെങ്കിൽ വ്രതമെടുത്ത് മുരുകന്, അതായത് സുബ്രഹ്മണ്യന് വഴിപാട് നടത്തുക. പാലഭിഷേകം അല്ലെങ്കിൽ ഭസ്മാഭിഷേകം, ഓം വജത് ഭൂവേ നമ എന്ന മന്ത്രം ചൊല്ലുക. ഓക്കെ. ചൊവ്വാഴ്ച. ഓക്കെ. ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത, അതായത് സർവകാര്യ വിജയം ഇവർക്കുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. പൊതുവെ ഭൗതിക സുഖങ്ങൾ കൂടിയിരിക്കും. പൊതുവെ ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർത ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണാധിക്യം പറയുന്നു. പക്ഷേ ആ ഗുണഫലങ്ങൾക്ക് ഒരു പൊലിമ കുറവ്, ഒരു പൂർണ്ണത കുറവ്, എല്ലാത്തിലും ഒരു കാലതാമസം ഒക്കെ അനുഭവപ്പെടാം. ചന്ദ്രൻ പ്രതികൂലമാണ്. കൂടാതെ സൂര്യൻ, ശനി, ചൊവ്വ ഇവയും പ്രതികൂലമാണ്. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഞായറാഴ്ച ശിവന് വഴിപാട് നടത്തുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. പൊതുവേ ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ധനവരവ് ഉണ്ടാവും. എങ്കിലും കാലതാമസങ്ങളൊക്കെ പ്രതീക്ഷിക്കുക. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ മിഥുനൻ രാശിക്ക് ഗുണാധിക്യമാണെങ്കിലും അത്ര മെച്ചപ്പെട്ട ദിവസങ്ങളല്ല. ഇനി കർക്കിടകം രാശി. പുണർദം അവസാന പാദം, പൂയ ആയില്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ബുധൻ, വ്യാഴം, സർപ്പം, സൂര്യൻ ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഞായറാഴ്ച ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ഒരു പരിധി വരെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഒരു പരിധി വരെ. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമൊക്കെയുള്ള ദിവസങ്ങളാണ്. എങ്കിലും പൊതുവെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് വിട്ടു നിൽക്കുക. സ്ഥിരവൃത്തിയിലൊക്കെ ചെയ്യുക. എങ്കിലും പൊതുവെ
അത്ര മെച്ചപ്പെട്ട ദിവസങ്ങളല്ല കർക്കിടക രാശിക്ക്. ഓക്കെ, ഇനി ചിങ്ങം രാശി. മകം, പൂര, ഉത്രം, ആദ്യപാദം. ചിങ്ങം രാശിക്ക് ചന്ദ്രൻ, ചൊവ്വ, സൂര്യൻ, ശുക്രൻ ഇവ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു. ബാക്കി 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അല്പം നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. എങ്കിലും പൊതുവെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. അഷ്ടമ ശനിയാണ്. ദേഹാസ്വാസ്ഥ്യങ്ങൾ പ്രതീക്ഷിക്കാം. ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും പൊതുവെ അത്ര മെച്ചപ്പെട്ട ഒരു കാലയളവല്ല ചിങ്ങം രാശിക്ക്. ഈ ദിവസങ്ങളിൽ ചന്ദ്രൻ അനുകൂലമായിട്ടുള്ള ഒരു ഫലങ്ങളൊക്കെ പ്രതീക്ഷിക്കുകയും ചെയ്യാം. തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം, പിതൃ സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ചൊവ്വയും സൂര്യനും ശുക്രനും ചന്ദ്രനും അനുകൂലമാണ് ഡയറക്റ്റായിട്ട്. പക്ഷേ ശനി, വ്യാഴം ഒക്കെ പ്രതികൂലമാണ്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുമെങ്കിലും അതിനൊക്കെ ഒരു പൂർണ്ണതക്കുറവ്, കാലതാമസമൊക്കെ പ്രതീക്ഷിക്കാം. പിതൃസ്വത്തിന് സാധ്യതയുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ലക്ഷങ്ങളും കോടികളും വരെ ടേൺ ഓവർ ചിലപ്പോൾ സംഭവിച്ചെന്ന് വരാം. ഓക്കെ, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും. അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ കാണുന്നു. പിതൃഗുണം, സന്താന നേട്ടം ഇവയ്ക്കൊക്കെ തന്നെ ഒരു പൂർണ്ണതക്കുറവ്, കാലതാമസം ഇവയൊക്കെ അനുഭവപ്പെടാം. ഇനി കന്നിരാശി. ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു. 2 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ഇവർക്ക് സർവ്വവിധ സൗഭാഗ്യം, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ ശക്തമാവും. എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും ശക്തമാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, തൊഴിൽപരമായിട്ടുള്ള നേട്ടം. അത് മിഥുനം, കർക്കിടക മാസങ്ങളിൽ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഈ മാസങ്ങളിലുടനീളം പ്രതീക്ഷിക്കാം. പിതൃഗുണം, സന്താന നേട്ടം, പിന്നെ ഭാഗ്യപരീക്ഷകളിലും സാധ്യതയുണ്ട്. കന്യരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് ചൊവ്വ മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. എങ്കിലും ചന്ദ്രൻ കേന്ദ്രത്തിലാണ്. എങ്കിലും അത് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും. പൊതുവെ ശനിയുടെ ഒരു ബാക്കിംഗ് ആണ് ഇവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോഴുള്ളത്. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ഭാഗ്യപരീക്ഷങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. പൊതുവേ ഇവർക്ക് ഒരു വിജയസാധ്യത എല്ലാത്തിനും ഉണ്ട്. ബൗദ്ധിക മേഖലയിലും സംസാരകലയുമായിട്ട് ബന്ധപ്പെട്ട രംഗങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവർക്കും നേട്ടമുണ്ടാവും. പൊതുവെ തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം നേട്ടമുള്ള ദിവസങ്ങളാണ്. 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ചൊവ്വയും സൂര്യനും പ്രതികൂലമാണ്. ശാരീരിക അസ്വസ്ഥതകൾ പ്രതീക്ഷിക്കാം. അപകടങ്ങൾ കരുതിയിരിക്കുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഉല്ലാസയാത്രകൾക്കും തീർത്ഥയാത്രകൾക്കും സാധ്യത കാണുന്നു. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും. പുതിയ സുഹൃത്തുക്കളെ കിട്ടാം. എങ്കിലും ഇവർക്ക് 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഞങ്ങൾ വൃശ്ചിക രാശിയെക്കുറിച്ച് പറയുന്നത് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം മെച്ചപ്പെട്ട ദിവസങ്ങളായിരിക്കും.
ഓക്കെ. ഇനി ധനുരാശി, മൂലം പൂരാട ഉത്രാട ആദ്യ പാദം. ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും സൂര്യൻ, ശനി, വ്യാഴം ഇവ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ഞായറാഴ്ച ശിവന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. കണ്ടകശനിയാണ്. ഓക്കെ. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ ഗുണാധിക്യമാണെങ്കിലും അല്പം പ്രശ്നങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അല്പം പൊലിമക്കുറവ്, പൂർണ്ണതക്കുറവ് എല്ലാത്തിനും കാണും. എങ്കിലും പൊതുവെ ധനുരാശിക്ക് മെച്ചപ്പെട്ട ദിവസങ്ങൾ തന്നെയാണ്. ഇനി മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. കാര്യമായ പ്രതികൂലമായ ഗ്രഹങ്ങളൊന്നുമില്ല. ഏകദേശം 5 ഗ്രഹങ്ങളോളം ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അതേസമയം സൂര്യനും പിന്നെ മകരം രാശിക്ക് മാത്രമായിട്ട് ശനിയും വ്യാഴവും ഒരേ സമയം അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് എല്ലാറ്റിലും ഒരു സർവകാര്യ വിജയം, അതുപോലെ തന്നെ സർവ്വവിധ സൗഭാഗ്യം, അതുപോലെ തന്നെ ഉല്ലാസയാത്രകൾക്കും തീർത്ഥയാത്രകൾക്കും വഴിയൊരുങ്ങും. തൊഴിൽപരമായിട്ടുള്ള നേട്ടം അത് ഈ മിഥുന മാസം മുഴുവൻ കാണും. ഓക്കെ. പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. സുഹൃത്ത് ബന്ധങ്ങളും മറ്റ് ബന്ധങ്ങളും ഊഷ്മളമാവും. പൊതുവെ മകരരാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ചന്ദ്രൻ കൂടി അനുകൂലമാകുമ്പോൾ കാര്യങ്ങൾക്കൊക്കെ ഒരു ബെറ്റർ അവസ്ഥ ഉണ്ടാവും. പൊതുവെ മകരരാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ കാണുന്നത്. ഇനി കുംഭൻ രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ചന്ദ്രൻ ഉൾപ്പെടെ 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അതിൽ തന്നെ 4 ഗ്രഹങ്ങൾ പ്രതികൂലമാണ്. അപകടങ്ങൾ കരുതിയിരിക്കുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഓക്കെ. അതുപോലെ തന്നെ ഞായറാഴ്ച ശിവന്, തിങ്കളാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. കുംഭൻ രാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല, അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി മീനം രാശി. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും സർപ്പവും ശനിയും പ്രതികൂലമാണ്. അപ്പോൾ ജന്മശനിയാണ്, 7 ശനി. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് ഉല്ലാസയാത്രകൾക്കും തീർത്ഥയാത്രകൾക്കും അവസരമൊരുങ്ങും. അത് ഞാൻ പറയുന്നത് ചന്ദ്രൻ, ശുക്രൻ, വ്യാഴം, ചൊവ്വ, ഇത് 4 എണ്ണവും കൂടി അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ ഉല്ലാസയാത്രകൾ അല്ലെങ്കിൽ തീർത്ഥയാത്രകൾ ഒക്കെ സാധ്യതയുണ്ട്. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. പിന്നെ പ്രണയ കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റം. വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടം. ദാമ്പത്യ ജീവിതം സുരഭിലമാകും. അതുപോലെ തന്നെ സർവ്വവിധ സൗഭാഗ്യം, ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, പ്രത്യേകിച്ച് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടവും ഞാൻ കാണുന്നു. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാകും. മീനൻ രാശിക്ക് ഗുണാധിക്യമാണ്. ഇനി ഭാഗ്യ നിറം നോക്കാം.
1-ാം തീയതി ബുധനാഴ്ച പച്ച, 2-ാം തീയതി വ്യാഴാഴ്ച മഞ്ഞ, 3-ാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ വെള്ള, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. ജൂലൈ 1-2 തീയതികളിൽ രാവിലെ 4:35 AM മുതൽ 5:23 AM വരെ ബ്രഹ്മമുഹൂർത്തമാണ് ജൂലൈ 1-2 തീയതികളിൽ. ജൂലൈ 3-ന് 4:36 AM മുതൽ രാവിലെ 5:24 AM വരെ ബ്രഹ്മമുഹൂർത്തമാണ് 3-ാം തീയതി, ജൂലൈ 3. ഓക്കെ. അഭിജിത്ത് മുഹൂർത്തം ജൂലൈ 1-ാം തീയതി ഇല്ല. ജൂലൈ 2-3 തീയതികളിൽ ഉച്ചയ്ക്ക് 12:01 PM മുതൽ ഉച്ചയ്ക്ക് 12:51 PM വരെ അഭിജിത്ത് മുഹൂർത്തമാണ്. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും അതുപോലെ തന്നെ ക്ഷേത്ര ദർശനത്തിനും മന്ത്രജപങ്ങൾക്കുമൊക്കെ അവസരം കണ്ടെത്തുക, സമയം കണ്ടെത്തുക. ഇനി രാഹുകാലം നോക്കാം. ജൂലൈ 1-ന് ഉച്ചയ്ക്ക് 12:26 PM മുതൽ ഉച്ചയ്ക്ക് 1:59 PM വരെ രാഹുകാലമാണ് ജൂലൈ 1-ാം തീയതി. 2-ാം തീയതി ഉച്ചയ്ക്ക് 1:59 PM മുതൽ ഉച്ചയ്ക്ക് ശേഷം 3:33 PM വരെ രാഹുകാലമാണ് 2-ാം തീയതി. 3-ാം തീയതി രാവിലെ 10:52 AM മുതൽ ഉച്ചയ്ക്ക് 12:26 PM വരെ രാഹുകാലമാണ് 3-ാം തീയതി. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 1-7-2026 9 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 1, 7, 2, 6 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 2-7-2026 1 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 2, 7, 6, 9, 8 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 3-7-2026 2 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 3, 7, 6, 9, 8 ഇവയും ഭാഗ്യസംഖ്യകളാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.